സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ട് എന്ന സുവിശേഷ ഭാഗമാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. നാലാം സുവിശേഷം എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ വിശ്വാസത്തിന്റെ സുവിശേഷം എന്നും ജീവന്റെ സുവിശേഷം എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ കൈവന്ന നിത്യജീവനെക്കുറിച്ചാണ് സുവിശേഷകൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. യേശുവും യഹൂദരും തമ്മിൽ നടത്തുന്ന ദീർഘമായ ഒരു സംവാദനത്തിലൂടെയാണ് 8-ാം അധ്യായം കടന്നു പോകുന്നത്. അബ്രാഹത്തിന്റെ സന്തതികൾ എന്ന് സ്വയം അഹങ്കരിക്കുന്ന യഹൂദ ജനങ്ങളെ നോക്കി യേശു പറയുന്നു, നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളായിരുന്നെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു എന്ന്. ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ എന്ന് അഹങ്കരിക്കുന്ന അവരോട് യേശു പറയുന്നു, നിങ്ങൾ പിതാവിന്റെ സന്തതികളായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന്. താൻ പറയുന്നതൊന്നും വിശ്വസിക്കാത്ത യഹൂദ ജനങ്ങളെ നോക്കി യേശു പറയുന്നു, നിങ്ങൾ നുണയരുടെ പിതാവായ പിശാചിന്റെ സന്തതികളാണ് എന്ന്. വാദപ്രതിവാദത്തിലൂടെയോ തർക്കത്തിലൂടെയോ കടന്നു പോകുന്ന ഈ ഭാഗത്തിൽ യേശു മനുഷ്യവർഗത്തോട് മുഴുവനായി പറയുന്ന ഒരു സത്യമുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. അതെ, യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരിക്കലും മരിക്കുകയില്ല. അവൻ മരണത്തെ അതിജീവിച്ച് നിത്യമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും. യേശുവും പിതാവും ചേർന്നുള്ള നിത്യമായ ഒരു ജീവിതം. അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ട് എന്ന് യേശുവും സുവിശേഷകനും നമ്മോട് പറയുന്നതിൽ നിന്ന് അർത്ഥമാക്കുന്നത്, അബ്രാഹത്തേക്കാൾ വലിയവനാണ് യേശു, ഇസഹാക്കിനേക്കാൾ വലിയവനാണ് യേശു. അവിടുന്ന് എല്ലാ പ്രവാചകന്മാരെക്കാളും രാജാക്കന്മാരെക്കാളും വലിയവനാണ്. അവിടുത്തെ മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങും, എല്ലാ നാവുകളും അവിടുത്തെ ആരാധിക്കും. യേശു എന്ന വചനമാകുന്ന തിരുനാമം എല്ലാവരും ആരാധിക്കും. ആദ്യം മുതലേയുള്ള വചനമാണ് യേശു. യേശുവിന്റെ ഈ വചനത്തിൽ അസ്വസ്ഥത തോന്നിയ ആ യഹൂദർ യേശുവിനെ പിശാച് ബാധിതൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. യേശുവിന്റെ ഈ പ്രബോധനത്തിൽ വളരെയധികം ദേഷ്യം തോന്നിയ അവർ യേശുവിനെ എറിയാൻ കല്ലുകൾ എടുക്കുകയാണ് ചെയ്തത്. യേശുവിന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ യേശു അവരിൽ നിന്ന് മറയുന്നു. കൃപയും സത്യവുമായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ വചനങ്ങളെ നമുക്ക് സ്വീകരിക്കാം. അവിടുത്തെ നമ്മുടെ നാഥനും പിതാവുമായി നമുക്ക് ആരാധിക്കാം. നന്ദി.